ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വീട്ടിൽ തനിച്ചാണ്, ആരുമില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ളൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തൊടിയിൽ ചെറിയൊരു കപ്പയുടെ ഒരു കമ്പ് കണ്ടു. അതിന് പുഴക്കെടുത്തപ്പോൾ അതിൽ ചെറിയൊരു കഷ്ണം കിട്ടിയിട്ടാണ്. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് വേഗം വേവാനിട്ടു. എനിക്ക് ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് നന്നായി വേവട്ടെ എന്ന് പറഞ്ഞിട്ട് വേവാനിട്ട് അത് വെന്ത ശേഷം എന്ത് ചെയ്തു, അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി തിളച്ച ശേഷം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തു. മുളക് പൊടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇത് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി കേട്ടാ, നല്ല ഈസി ആയിട്ട്. നമുക്ക് ഈ കപ്പയുടെ പാലിലെ ചക്കക്കുരു വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. ഇതേ സെയിം പക്ഷേ ചക്കക്കുരു ആയിരിക്കണം. എന്നിട്ട് അതിന് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കുക. ആ മുളകിൻ്റെയൊക്കെ പച്ചമണം പോകണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല രസമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ അതൊക്കെ. ഞാൻ സിമ്പിളായത് കാരണം സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ ഒന്ന് നന്നായിട്ട് ഉച്ചയൂണിനുള്ള പരിപാടി കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത ശേഷം ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, തേങ്ങയും ജീരകവും കുരുമുളകും കൂടിയിട്ട് അരച്ചു. എന്നിട്ട് അത് അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതങ്ങോട്ട് കൂട്ടി. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം തന്നെ ഇപ്പോൾ തന്നെ ഒരു മണം ഉണ്ടാവും. ഇത് നമുക്ക് ഈ കറികളൊക്കെ വെക്കുമ്പോഴേ നമ്മൾ ഹാപ്പിനെസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് ബോറടിക്കില്ല. അല്ലെങ്കിൽ ഈ കറി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അതിന് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ട ശേഷം ഉണ്ടല്ലോ ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം ഇനിയാണ് ഇതിന് നമ്മൾ ചേരുവ ചേർത്താൻ പോകുന്നത്. ഇതൊന്ന് തിളയ്ക്കാൻ ഇടവരുത്തുന്നുണ്ട്. അതെല്ലാം കൂടി കഴിഞ്ഞ ശേഷം ഇതെല്ലാം ചേർത്ത ശേഷം ഒന്ന് തിളച്ച് വന്ന ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, തിളച്ച് വന്നിട്ട് അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ലേ, ഇതേ കണ്ടോളൂ, നല്ല തളിര് മുരിങ്ങയില അതിനങ്ങോട്ട് ആഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ചക്കക്കുരുവില്ലേ, ഇതേ കപ്പയുടെ പാരം ചക്കക്കുരുവായിട്ടും മുരിങ്ങയിട്ടിട്ട് ഉണ്ടാക്കാട്ടോ കറി. എന്നിട്ട് ഈ മുരിങ്ങയില അങ്ങോട്ട് ഇട്ടു. മുരിങ്ങയില ഇട്ടിട്ട് ഒരുപാട് വേവാൻ പാടില്ല കേട്ടോ. ഒരു തിള ഫുള്ളൊരു തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കാം. ഓക്കെ, ഇത് നന്നായി ഇളക്കിയിട്ടുണ്ടല്ലോ. അതിലോട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കിയ ശേഷം ഇതിന് നമ്മൾ കടുക് വറുക്കുക. ശരിക്കും വറ്റൽമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് കടുക് വറുത്തിട്ട് അതിലൊഴിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഞാൻ പക്ഷേ അതൊന്നും ചെയ്തില്ല. ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ, അതൊഴിച്ചു. ഉച്ചയൂണിന് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കറി എനിക്ക് നല്ല ഹാപ്പിയായിട്ട് ഞാൻ ഉണ്ടാക്കി നന്നായിട്ട് ഭക്ഷണവും കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടാമെന്നൊരു തോന്നൽ, അത് കാരണം ഞാൻ എന്ത് ചെയ്തറിയോ, അപ്പം തന്നെ ഭക്ഷണം കഴിച്ച ശേഷം വേഗം ഫോൺ എടുത്തിട്ട് ഞാനിത് നമ്മുടെ യൂട്യൂബ് ചാനലിലിട്ടതാണ്. നിങ്ങൾ കാണട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ തന്നെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നറിയില്ല. എനിവേ നല്ല ടേസ്റ്റാണ്. ഒന്നുകൂടി പറയുന്നത്, ഇത് ഉണ്ടാക്കി കഴിച്ചാണ്ടല്ലോ വാവ്, ചോറ് നല്ലോണം കഴിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തറിയോ, യൂട്യൂബിൽ ഇടാനൊരു വീഡിയോസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോലെ ഈ ഇടാമെന്ന് തോന്നല് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എൻ്റെ ചങ്കിലെ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഓക്കെ, ബായ്. എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യട്ടോ.